അമ്മ എന്താ ഇതൊക്കെ കേട്ട്? അത് ഞാനിങ്ങനെ വേഗം വന്നപ്പോഴേ ഉച്ചക്ക് വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? അതൊന്നൊരു പുതിയ പുരുഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു PSC നിയമനം. ഒന്നും അറിയത്തില്ല അവന്. കൊള്ളാലോ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പൊ ജോലിക്ക് എടുക്കുന്നത്. ഈ വാ വല്ലതും കഴിക്കാൻ നോക്കാം. വരുന്നു. ശങ്കു, പിള്ളേര് പഠിക്കുമ്പോഴാണോ നിന്റെ TV ആണുള്ളത്? അല്ല, ഞാൻ ഈ ചുമലോട്ടൻ ഓഫ് ചെയ്യാൻ നോക്കിട്ട് മഞ്ഞവട്ടം ഞെക്കിട്ട് ഓഫ്. നീയൊക്കെ എന്തുവാടി ഇരുന്ന് പഠിക്കുന്നേ TVയുടെ മുന്നില്? കയറിപ്പിടിയാത്ത പരീക്ഷ TV വെച്ചാലുണ്ടല്ലോ. പിള്ളേരിരുന്ന് പഠിക്കാ ശങ്കു, നീ പോയിക്കേ. ഇനിയിപ്പം സീരിയൽ കാണാത്ത വലിയ ഭാഗമാണോ? ലോകത്താരും സീരിയൽ കാണാത്ത പോലെ. എന്താ എന്നത്ര ദേഷ്യം? ചില്ലറാതെ ബസ്സിൽ കയറിയവന്മാരുള്ള ദേഷ്യം ശങ്കുനോട് തീർത്താണോ? ഒരുപാട് കോമഡി അടിക്കല്ലേ. ശങ്കു പോയോ? അവനോട് അത്ര ദേഷ്യം വേണ്ടായിരുന്നു. എന്നോ ചിത്ര സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടുണ്ടോ? 2 പെൺകുട്ടികളുള്ള വീടല്ലേ? അപ്പോഴേക്കും പടങ്ങിയോ? നീ പോയി കുളിച്ച് ഫ്രഷായിട്ട് നിന്റെ സ്പെഷ്യലില്ലേ, കാന്താരിയും പച്ചമാങ്ങയും തേങ്ങയൊക്കെ ഇട്ടുള്ള ഒരു ചമ്മന്തി അതുണ്ടാക്ക്. നമുക്ക് ഒരുമിച്ച് കഞ്ഞി കുടിക്കാം. ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, ഒരുപാട് അങ്ങ് സ്പെഷ്യൽ കഴിക്കണ്ട. ഇനി ചമ്മന്തി ഇല്ലാത്തതിന്റെ പേരിൽ കഴിക്കാവുന്ന ഇരിക്കണ്ട, ഉണ്ടാക്കിയേക്കാം. പൊറോട്ടയും ബീഫ് ഒരുപാട് എനിക്കൊരു വാഴക്കപ്പം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായി കോട്ടയത്ത് പോയ പെണ്ണിന്റെ കാര്യം? സഖാവ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോഴേ അവരെന്റെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്തു. പലചരക്കട ഉണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടില്ലേ? സഖാവേ, ഞാൻ കള്ളം പറഞ്ഞ് കല്യാണം നടന്ന ആളല്ല. അത് പിഴച്ചു പോയി. അതിവിടെ സഖാവിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ദേ എന്നോട് പറ, ഇതുവരെ കണ്ട പെണ്ണിനെല്ലാം സൂപ്പറല്ലേ, എന്നിട്ട് സഖാവിന് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചേരും വെടി ചേർക്കും. ഇതാ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞ റൂട്ട് മാറ്റിവിടും. നമ്മുടെ റൂട്ടിലേക്ക് വാ. മനസ്സിൽ വല്ലരും ഉണ്ടേ? മനസ്സില്